Very good morning to one and all and warm welcome to our 40th online class. ഇന്ന് നമ്മൾ ചാപ്റ്റർ 9 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് ആണ്. എങ്ങനെയാണ് GST ആക്ടിൽ ടാക്സ് ലെവി ചെയ്യുന്നത്? ആ സെക്ഷൻസിനെ പൊതുവായിട്ട് നമുക്ക് എന്തായിട്ട് പറയാം? ചാർജിങ് സെക്ഷൻ എന്ന് പറയാം. സെക്ഷൻ 9ഉം സെക്ഷൻ 5ഉം ആണ് നമുക്ക് ലെവി ഓഫ് ദി ടാക്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് തരുന്നത്. സെക്ഷൻ 9 ആണെങ്കിൽ CGST അതുപോലെ തന്നെ SGST റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസും, സെക്ഷൻ 5 ആണെങ്കിൽ IGST റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ SGSTയും CGST എന്ന് പറയുമ്പോൾ അതിൽ ഇൻട്രാസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സപ്ലൈ ആണ് വരുന്നത്. അതേസമയം IGST ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് പ്രൊവിഷൻസ് ആണ് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ GST എന്ന് പറയുന്നത് എങ്ങനെയാണ് ലെവി ചെയ്യുന്നത്, അതിൻ്റെ കളക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഏത് പ്രൊസീജിയറിലൂടെയാണ് CGST അല്ലെങ്കിൽ SGST കളക്ട് ചെയ്യുന്നത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ചാപ്റ്റർ 9ൽ മൊത്തമായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് സെക്ഷൻ 9 എന്ന് പറയുന്നതും സെക്ഷൻ 5 എന്ന് പറയുന്നതും അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ടാക്സ് ലെവി ചെയ്യുന്നത്, ആരുടെ മേലാണ് ഈ ടാക്സ് ലെവി ചെയ്യുന്നത്, സപ്ലയറുടെ മേലാണോ അതേ റെസിപ്പിയൻറ്റിൻ്റെ മേലാണോ ഈ ടാക്സ് എന്ന് പറയുന്നത് ലെവി ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്, ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. Section 9 of CGST or SGST Act and Section 5 of IGST Act deal with the levy of tax and hence these sections are called charging sections. അപ്പോൾ മൊത്തമായിട്ട് സെക്ഷൻ 9നെയും അതുപോലെ തന്നെ സെക്ഷൻ 5നെയും എന്തായിട്ടാണ് പറയുന്നത്? ചാർജിങ് സെക്ഷൻസ് ആയിട്ട് പറയുന്നത്. സെക്ഷൻ 9 ആണെങ്കിൽ CGST അല്ലെങ്കിൽ SGST ആക്റ്റും, സെക്ഷൻ 5 ആണെങ്കിൽ IGST ആക്റ്റാണ് ലെവി ഓഫ് ടാക്സിന് റിലേറ്റഡ് ആയിട്ട് പറയുന്ന സെക്ഷൻസ്. ഓക്കെ, CGST ആൻഡ് SGST ഷാൽ ബി ലെവീഡ് ഓൺ ഓൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്, while IGST shall be levied on all interstate supplies. CGSTയും SGST എന്ന് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അതുപോലെ തന്നെ IGST എന്ന് പറയുന്നത് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ CGSTയും SGSTയും ആക്റ്റാണ് എന്തിനോട് റിലേറ്റഡ് ആയിട്ട്? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ റിലേറ്റഡ് ആയിട്ടുള്ളത്. IGST ആക്റ്റാണ് ഇൻ്റർസ്റ്റേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത്. നോർമലി CGST, SGST and IGST are payable by the supplier of goods or service and it is known as forward charge of levy of GST. ഇനി ലെവി ഓഫ് GST എന്ന് പറയുന്നത് ഫോർവേഡ് ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ IGST ആയിക്കോട്ടെ അല്ലെങ്കിൽ SGSTയോ CGSTയോ ആണെങ്കിൽ അത് ആരായിരിക്കണം കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് ദ പേയബിൾ ബൈ ദ സപ്ലയർ. സപ്ലയർ ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് പറയും? ഫോർവേഡ് ചാർജ് ആയിട്ട് പറയും. ഇനി റെസിപ്പിയൻ്റ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ certain cases CGST, SGST and IGST are payable by the recipient of goods and service and is known as reverse charge of levy of GST. ഇനി CGST, SGST അല്ലെങ്കിൽ IGST എന്ന് പറയുന്നത് കൊടുക്കുന്നത് പേയബിൾ ബൈ ദ റെസിപ്പിയൻ്റ് ആണ്. ഗുഡ്സ് അല്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്നത് ആർക്കാണോ കിട്ടുന്നത് അദ്ദേഹമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാം? റിവേഴ്സ് ചാർജ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് SGSTയും CGST റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് സെക്ഷൻ 9ഉം IGST റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ലെവി ഓഫ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് സെക്ഷൻ 5 ആണ്. CGST, SGST എന്ന് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. IGST എന്ന് പറയുന്നത് സെക്ഷൻ 5 ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇനി ഈ ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് സപ്ലയർ ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് പറയും? ഫോർവേഡ് ചാർജ് എന്നും, GST കൊടുക്കുന്നത് ഒരു റെസിപ്പിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് റിവേഴ്സ് ചാർജ് എന്നും പറയും.
ഇത്രയും എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായില്ലേ? ഇനി ഇതിനെ റിലേറ്റഡ് ആയിട്ട് സെക്ഷൻ 9 എന്ന് പറയുന്നതും സെക്ഷൻ 5 എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ സെക്ഷൻ 9 എന്ന് പറയുന്നത് 1 ഫെബ്രുവരി 2019 പ്രകാരം, അതായത് GST ആക്ട് 2019 അമെൻമെൻറ്റ് വന്നതിന് ശേഷമുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 9 ലെവി ഓഫ് ടാക്സ് എന്നതിന് റിലേറ്റഡ് ആയിട്ട് GSTയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. Statutory provisions regarding levy and collection of CGST section 9 effective from 1st February 2019 vide the Central Goods and Service Tax Amendment Act 2019. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വയ്ക്കുക. ഇഫക്റ്റീവ് ആകുന്നത് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/2/2019 1 ഫെബ്രുവരി 2019 തുടങ്ങിയിട്ടാണ് ഈ CGST ആക്ട് എന്ന് പറയുന്നത് പുതിയ അമെൻമെൻറ്റോടുകൂടി 2019 അമെൻമെൻറ്റോട് കൂടിയിട്ട് വരുന്നത്. അപ്പോൾ സെക്ഷൻ 9 വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. 5 കാറ്റഗറിയിൽ വെച്ചുകൊണ്ടാണ് ഈ സെക്ഷൻ 9 എന്ന് പറയുന്ന പ്രൊവിഷൻ ഡിസ്കസ് ചെയ്യേണ്ടത്. Central Goods and Service Tax shall be levied on all intrastate supply of goods or service or both, except on the supply of alcoholic liquor for human consumption on the value determined under section 15 and such rates not exceeding 20% as may be notified by the government on the recommendations of the council and collected in such a manner as may be prescribed and shall be paid by the taxable person. CGST ആക്ട് പ്രകാരം ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ അതിൽ ഏത് പെടില്ല? ആൽക്കഹോളിക് ലിക്കർ, ഹ്യൂമൻ കൺസംഷന് ആവശ്യമായിട്ടുള്ള ആൽക്കഹോളിക് ലിക്കർ പെടില്ല. ബാക്കി എല്ലാ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് CGST ആക്ട് പ്രകാരം ഓൺ ദ വാല്യൂ ഡിറ്റർമിൻഡ് അണ്ടർ സെക്ഷൻ 15. നമ്മൾ നേരത്തെ സെക്ഷൻ 15 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെങ്ങനെയാണ് വാല്യൂ ഓഫ് ദി സപ്ലൈ ഓർ ദ ഗുഡ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് അറ്റ് സച്ച് റേറ്റ്സ് നോട്ട് എക്സീഡിങ് 20%. അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് എത്രയിലേക്കാൾ കൂടാൻ പാടില്ല? 20% കൂടാൻ പാടില്ല. ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ ആൻഡ് കളക്റ്റഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് ഷാൽ ബി പെയ്ഡ് ബൈ ദ ടാക്സബിൾ പേഴ്സൺ. ടാക്സബിൾ പേഴ്സൺ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിൻ്റെ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അത് കളക്ട് ചെയ്യേണ്ട മാനർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ ആര് കളക്ട് ചെയ്യണം? ടാക്സ് പേഴ്സൺ ലെവി ചെയ്തിരിക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്കാം. The central tax on the supply of petroleum crude high speed diesel, motor spirit, that is the petrol, natural gas and aviation turbine fuel shall be levied with effect from such date as may be notified by the government on the recommendation of the council. ഇവിടെ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. സെൻട്രൽ ടാക്സ് സപ്ലൈ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്, നേച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലാണ് എന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസിൻ്റെ എങ്ങനെയാണ് ടാക്സ് ലെവി ചെയ്യുന്നത്? സച്ച് ഡേറ്റ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ് GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് എന്നാണ് അത് സപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ദി ഗുഡ്സ് എന്ന് പറയുന്നതിൻ്റെ ടൈം നോട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ആ രീതിയിൽ തന്നെയാണ് സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് ഈടാക്കേണ്ടത്. The government on the recommendation of the council by notification specify categories of the supply of goods or service or both, the tax on which shall be paid on reverse charge basis by the recipient of such goods or service or both, and the provisions of the act shall apply to such a recipient as if he is the person liable to pay the tax in relation to the supply of such goods or service or both. ഈ റെസിപ്പിയൻ്റ് എന്ന് പറയുന്ന പേഴ്സൺ ആണ് എലിജിബിൾ ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺ എന്നുണ്ടെങ്കിൽ, അതായത് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു റെസിപ്പിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റാണോ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുമല്ലെങ്കിൽ GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ അതിൽ റിവേഴ്സ് ചാർജ് ബേസിസ് എന്ന് പറയുന്നത് ആർക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്? ഒരു റെസിപ്പിയൻറ്റിന് അവെയിൽ ചെയ്യാവുന്നതാണ്.
The government may, on the recommendation of the council by notification, specify a class of registered persons who shall, in respect of supply of specified categories of goods or service or both received from an unregistered supplier, pay the tax on reverse tax basis as the recipient of such supply, and all the provisions of the act shall apply to the recipient. ഇവിടെ പറയുന്ന റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. അവിടെ റിവേഴ്സ് ടാക്സ് ബേസിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു റെസിപ്പിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ സപ്ലൈ കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം എൻ അൺരജിസ്റ്റേർഡ് സപ്ലയർ. അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നാണ് ഈ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഈ റെസിപ്പിയൻ്റ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊരു സ്പെസിഫൈഡ് കാറ്റഗറിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണോ പറയുന്നത് അല്ലെങ്കിൽ GST കൗൺസിൽ പ്രകാരം എന്താണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ, അതോടൊപ്പം തന്നെ എനി നോട്ടിഫിക്കേഷൻ, ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു നോട്ടിഫൈഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രകാരമാണ് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നത്, നമ്മളുടെ GST എന്ന് പറയുന്നത് ലെവി ഓഫ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുന്നത്. The last one, the government may, on the recommendation of the council by notification, specify categories of service tax on intrastate supply of which shall be paid by the electronic commerce operator if such service are supplied through it, and all the provisions of the act shall apply to such electronic commerce operator. ഇവിടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറി പറയുന്നത് ഏത് കാറ്റഗറിയാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആരായിരിക്കണം? അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസിനോട് റിലേറ്റഡ് ആയിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ GST കൗൺസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്നത് ഏത് പ്രൊവിഷനാണ്? പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഷാൽ അപ്ലൈ ടു ദ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ. ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററുടെ പ്രൊവിഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. When an e-commerce operator does not have a physical presence in the taxable territory, any person representing such e-commerce operator for any such a purpose in the taxable territory shall be liable to pay tax. ഇവിടെ e-commerce ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആരാണ്? അവർക്ക് e-commerce ഓപ്പറേറ്റർ എന്ന് പറയുന്നവർക്ക് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ടാക്സബിൾ ടെറിട്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് ആർക്കില്ല? ഒരു ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് പേഴ്സൺ ആണോ ഈ ഇ-കോമേഴ്സ് ഓപ്പറേറ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പേഴ്സണെയാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്? ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഒരു ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് ആരാണോ ഇ-കോമേഴ്സ് ഓപ്പറേറ്ററുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹമായിരിക്കും ലൈബിൾ ടു പേ ദ ടാക്സ്. ടാക്സ് കൊടുക്കാനായിട്ട് ലൈബിൾ ആയിരിക്കുന്നത്. In case there is no person representing in the taxable territory, such a e-commerce operator shall appoint a person in the taxable territory for the purpose of paying tax, and such a person shall be liable to pay tax. ഇനി ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് പേഴ്സൺ ഇല്ല. അതായത് ഇ-കോമേഴ്സ് ഓപ്പറേറ്ററെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടാക്സബിൾ ടെറിട്ടറിയിൽ പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സച്ച് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഷാൽ അപ്പോയിൻ്റ് എ പേഴ്സൺ. ഒരു ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് ഒരു പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹമായിരിക്കും ടാക്സ് പേ ചെയ്യുകയും അദ്ദേഹം തന്നെയാണ് ലൈബിൾ ടു പേ ടാക്സ്. ആ ടാക്സ് അടയ്ക്കാനുള്ള ലൈബിലിറ്റി ആർക്കായിരിക്കും? ആ പേഴ്സണ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ സെക്ഷൻ 9 പറയുന്നത് 1 February 2019 തുടങ്ങിയിട്ട് CGST ആക്ട് അമെൻമെൻറ്റ് 2019 പ്രകാരമുള്ള പ്രൊവിഷൻസ് ആണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. 5 പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് CGST ആക്ട് എന്ന് പറയുന്നത് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 15 പറയുന്ന ഒരു ഡിറ്റർമിനേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാല്യൂ ഓഫ് ദി സപ്ലൈ എന്ന് പറയുന്നത് എടുക്കുന്നത്. അവിടെ റേറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? 20%, നോട്ട് എക്സീഡിങ് 20%, 20% കൂടുതലില്ലാത്ത. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഗവൺമെൻറ്, GST കൗൺസിൽ, അതുപോലെ തന്നെ ഇനി നോട്ടിഫിക്കേഷൻ, ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലായിരിക്കണം ടാക്സബിൾ പേഴ്സൺ എന്ത് കൊടുക്കേണ്ടത്?
ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ പറയുന്നത് സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ GSTയുടെ കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഏത് ഡേറ്റ് ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് അടച്ചിരിക്കണം. മൂന്നാമത്തെ ക്ലോസിൽ പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? അതായത് റിവേഴ്സ് ചാർജ് ബേസിസിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇവിടെ ടാക്സബിൾ പേഴ്സൺ ആയിരിക്കുന്നത്? റെസിപ്പിയൻ്റ് ആയിരിക്കും ടാക്സബിൾ പേഴ്സൺ ആയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ GST കൗൺസിൽ പ്രകാരമോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ് റെസിപ്പിയൻ്റ് റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് അടയ്ക്കേണ്ടത് ആ ഒരു പ്രിസ്ക്രിപ്ഷനാണ് അല്ലെങ്കിൽ ആ ഒരു മാനറാണ് ആര് ഫോളോ ചെയ്യേണ്ടത്? ഇവിടെ റെസിപ്പിയൻ്റ് ഫോളോ ചെയ്യേണ്ടത്. ഫോർത്ത് കാറ്റഗറിയിൽ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ, അതായത് സ്പെസിഫൈ ദ ക്ലാസ് ഓഫ് ദ രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് റിവേഴ്സ് ചാർജ് ബേസിസിൽ ഒരു സപ്ലയർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയൻ്റ് ആയിരിക്കും ഇവിടെ ആരായിരിക്കുന്നത്? ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നിൽക്കുന്നത്. അഞ്ചാമത്തെ കാറ്റഗറി പറയുന്നത് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതും ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ പ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ആക്ട് പ്രകാരമുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്ക് ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്ന് ടാക്സ് അടയ്ക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ടാക്സബിൾ ടെറിട്ടറിയിൽ നിന്നുകൊണ്ട് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു സെപ്പറേറ്റ് പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹമായിരിക്കും ടാക്സ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും ഈ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എൻട്രസ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് സെക്ഷൻ 9 പ്രകാരമുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് പറയാനുള്ളത് സെക്ഷൻ 5 ആണ്. സെക്ഷൻ 5 പറയുന്നത് ലെവി ആൻഡ് കളക്ഷൻ അണ്ടർ IGST ആക്ട്. IGST ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ അപ്പോഴാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. The provisions under section 5 of the IGST Act are similar to section 9 of CGST Act except the word IGST is used instead of CGST. Integrated tax is levied on all interstate supplies and goods imported to India. The maximum rate of tax is 40%, that is 20% CGST and 20% UTGST. ഇവിടെ പറയുന്നത് സെക്ഷൻ 5 പറയുന്നത് ദ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 5 ഓഫ് ദ IGST ആക്ട് ആർ സിമിലർ ടു സെക്ഷൻ 9. സെക്ഷൻ 9 പെടുന്ന അതേ പ്രൊവിഷൻസ് തന്നെയാണ് ഏതിലും പെടുന്നത്? സെക്ഷൻ 5 പെടുന്നത്. ഇവിടെ പറയുന്നത് എക്സംഷൻ കേസ് ദ വേർഡ് IGST ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് CGSTക്ക് പകരം ഏത് വേർഡ് നമ്മൾ യൂസ് ചെയ്യും? IGST യൂസ് ചെയ്യും. രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇമ്പോർട്ടഡ് ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ആണെങ്കിൽ ഏതാണ് അപ്ലൈ ചെയ്യുന്നത്? IGST ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ മാക്സിമം റേറ്റ് എത്ര വരുന്നുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20%-നേക്കാൾ കൂടാൻ പാടില്ല. ഇവിടെ പറയുന്നത് IGST ആണെങ്കിൽ 40% വരും, 20% CGSTയും 20% UTGST ആണ്. അപ്പോൾ സെക്ഷൻ 5 എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 7 ആണ്. ലെവി ആൻഡ് കളക്ഷൻ അണ്ടർ UTGST, അതായത് യൂണിയൻ ടെറിട്ടറി GST ആക്ട് പ്രകാരമാണെങ്കിൽ സെക്ഷൻ 7 എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ദ പ്രൊവിഷൻസ് അണ്ടർ സെക്ഷൻ 7 ഓഫ് UTGST ആക്ട് ആർ സിമിലർ ടു സെക്ഷൻ 9 ഓഫ് CGST ആക്ട്. CGST ആക്ടിലെ പോലെ തന്നെയാണ് ഏത് പ്രൊവിഷൻസിലും അപ്ലൈ ചെയ്യുന്നത്? UTGST ആണെങ്കിൽ സെക്ഷൻ 7 പ്രകാരം അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത്
the provisions under section 7 of UTGST Act are similar to section 9 of CGST Act except എന്തൊക്കെയാണ് ഇവിടെ എക്സംഷൻ പറഞ്ഞിട്ടുള്ളത്? The term UTGST is used instead of CGST. CGSTക്ക് പകരം എന്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ UTGST എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പറയുന്നത് ടാക്സ് ഈസ് ലെവിഡ് ഓൺ ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് വിത്തിൻ എ പർട്ടിക്കുലർ യൂണിയൻ ടെറിട്ടറി. ഇൻട്രാസ്റ്റേറ്റ് സെയിലാണ്, പക്ഷെ അതൊരു യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ ഏത് ആക്റ്റാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? സെക്ഷൻ 7 ആയിട്ടുള്ള UTGST ആക്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ദ മാക്സിമം റേറ്റ് ഈസ് 20%. ഇവിടെ മാക്സിമം റേറ്റ് എത്രയേ വരുന്നുള്ളൂ? 20% വരുന്നുള്ളൂ. അപ്പോൾ സെക്ഷൻ 7 പ്രകാരം UTGST എന്ന് പറയുന്നത് എക്സംഷൻ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? CGSTക്ക് പകരം UTGST എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറിയുടെ ഉള്ളിൽപ്പെടുന്ന ഒരു ഇൻട്രാസ്റ്റേറ്റ് സെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ആക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്? സെക്ഷൻ 7 UTGST ആക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 20%. അപ്പോൾ സെക്ഷൻ 9ഉം സെക്ഷൻ 5ഉം സെക്ഷൻ 7ഉം ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? സെക്ഷൻ 9 എന്ന് പറയുമ്പോൾ CGST അല്ലെങ്കിൽ SGST പ്രൊവിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 5 ആകുമ്പോൾ IGSTയും സെക്ഷൻ 7 ആകുമ്പോൾ UTGST ആണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോവുകയാണ്. ടാക്സ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാക്സ് ലയബിൾ റെസിപ്പിയൻ്റ് ആണ് എന്നുണ്ടെങ്കിലാണ് അവിടെ എന്ത് പറയുന്നത്? റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് GST ആക്ട് പ്രകാരം പറയുന്നത്. ഈ റിവേഴ്സ് ചാർജ് ബേസിസിലാണ് ടാക്സ് പേയബിൾ എന്നുണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് പെർ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ഓഫ് CGST ആക്ട്, Section 5 subsection 3 of IGST Act and Section 7 subsection 3 of the UTGST Act, the government may specify certain categories of supply of goods or service or both, the tax which shall be paid on reverse charge basis by the recipient of such goods or service or both. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഫോർവേഡ് ചാർജും അതുപോലെ തന്നെ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ചോദ്യം വരാവുന്നതാണ്. ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിവേഴ്സ് ചാർജ് ബേസിസ് ആണെങ്കിൽ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ആണ് CGST ആക്ട് അപ്ലൈ ചെയ്യുന്നത്. സെക്ഷൻ 5 സബ്സെക്ഷൻ 3 ആണ് IGST ആക്ടിൽ അപ്ലൈ ചെയ്യുന്നത്. സെക്ഷൻ 7 സബ്സെക്ഷൻ 3 ആണ് UTGST ആക്ടിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഈ റിവേഴ്സ് ചാർജ് ബേസിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സെർട്ടൈൻ കാറ്റഗറീസിനെ സ്പെഷ്യലായിട്ട് ഈ ആക്ട് പ്രകാരം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ക്ലിയർ ആയിട്ട് തന്നെ ഒരു ടേബിൾ വരച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനും വായിച്ച് മനസ്സിലാക്കത്തക്ക വിധത്തിൽ തന്നെ അത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാം. ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവിടെ സപ്ലയർ, ആരാണ് റെസിപ്പിയൻ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, കാഷ്യൂ നട്ട്സ് നോട്ട് ഷെൽഡ് ഓർ പീൽഡ്. വണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ തോടോട് കൂടിയിട്ട് അല്ലെങ്കിൽ പീൽ ചെയ്യാത്ത കാഷ്യൂ നട്ടാണ് ഇവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ റോസ്റ്റഡ് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ ക്ലീൻഡ് കാഷ്യൂ നട്ടോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ സപ്ലയർ ആരായിരിക്കും? അഗ്രികൾച്ചറിസ്റ്റ് ആണ്. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺ ആവാം. നെക്സ്റ്റ് വൺ, BD റാപ്പർ ലീവ്സ്. BD ഉണ്ടാക്കാനുള്ള ഇല, അതിനെയാണ് BD റാപ്പർ ലീവ്സ് അല്ലെങ്കിൽ ടെൻഡു ലീവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സപ്ലയർ ആരായിരിക്കും? അഗ്രികൾച്ചറിസ്റ്റ് ആണ്. ആരായിരിക്കും റെസിപ്പിയൻ്റ്? എനി രജിസ്റ്റേർഡ് പേഴ്സണെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? റെസിപ്പിയൻ്റ് ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ടുബാക്കോ ലീവ്സ്, പുകയില. അഗ്രികൾച്ചറിസ്റ്റ് ആണ് സപ്ലയർ ആയിട്ട് വരുന്നത്. റെസിപ്പിയൻ്റ് ആയിട്ട് വരുന്നത് എനി രജിസ്റ്റേർഡ് പേഴ്സണെ നമുക്ക് എന്തായിട്ട് പറയാം? റെസിപ്പിയൻ്റ് ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ, സിൽക്ക് യാൺ. മാനുഫാക്ചറർ ഓഫ് സിൽക്ക് യാൺ ആണ് സപ്ലയർ എന്ന് പറയുന്നത്. അതിൻ്റെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കാം? എനി രജിസ്റ്റേർഡ് പേഴ്സണെ നമുക്ക് സപ്ലയർ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ, സപ്ലൈ ഓഫ് ലോട്ടറി. ലോട്ടറി ആരായിരിക്കും സപ്ലൈ ചെയ്യുന്നുണ്ടാവുക? സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ UTGST, യൂണിയൻ ടെറിട്ടറീസ്, ലോക്കൽ അതോറിറ്റീസ്. അപ്പോൾ സപ്ലയർ എന്ന് പറയുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി. റെസിപ്പിയൻ്റ് ആരായിരിക്കും? ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഏജൻറ്റോ ആയിരിക്കും ഇത് സപ്ലൈ ചെയ്യുന്നത്, റെസിപ്പിയൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, യൂസ്ഡ് വെഹിക്കിൾ, സീസ്ഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്.
അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഉപയോഗിച്ച വാഹനങ്ങളോ അല്ലെങ്കിൽ പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ കണ്ടെടുത്തതോ കണ്ട് കെട്ടിയിട്ട് ഉള്ള ഗുഡ്സ് ആയിരിക്കാം. അതും അല്ലെങ്കിൽ യൂസ്ഡ് ഗുഡ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയിരിക്കാം. വേസ്റ്റോ സ്ക്രാപ്പ് ആയിട്ടുള്ള ഗുഡ്സ് ആണ് ആറാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. അതിൻ്റെ സപ്ലയർ ആരായിരിക്കും? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ റെസിപ്പിയൻറ്റുമാരായിരിക്കും രജിസ്റ്റേർഡ് പേഴ്സൺ തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് സർട്ടിഫിക്കറ്റ്. മുൻഗണനാ മേഖലയിൽ വായ്പ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനി രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും സപ്ലയറും അതുപോലെ തന്നെ റെസിപ്പിയൻറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഒരു 7 കാറ്റഗറിയിലായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ സപ്ലയർ ആരായിരിക്കും, റെസിപ്പിയൻ്റ് ആരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സപ്ലൈ ഓഫ് ദ സർവീസ് ആണ്. അതിൽ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് സർവീസ് ബൈ എ ഗുഡ് ട്രാൻസ്പോർട്ട് ഏജൻസി ഹു ഹാസ് നോട്ട് പെയ്ഡ് സെൻട്രൽ ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 6%. ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസ് നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷെ അവർ സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത് 6% കൊടുക്കാത്തൊരു ട്രാൻസ്പോർട്ട് ഏജൻസി ആണെങ്കിൽ അതിൻ്റെ സപ്ലയർ ആരായിരിക്കും? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയാണ്. റെസിപ്പിയൻ്റ് ആരായിരിക്കും? എനി ഫാക്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കാം, രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കാം, അതും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫേം ഓർ എനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ആരാണോ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയെ ഉപയോഗിക്കുന്നത് ആരായിരിക്കുന്നത്? റെസിപ്പിയൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത് എനി ഫാക്ടറിയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ രജിസ്റ്റേർഡ് പേഴ്സണോ എനി കോർപ്പറേറ്റ് ഫേമോ അല്ലെങ്കിൽ എനി കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ ആയിരിക്കാം റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ എൻ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ബൈ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ. സർവീസസ് ബിഫോർ എനി കോർട്ട്, ട്രിബ്യൂണൽ ഓർ അതോറിറ്റി. സർവീസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ഒരു സർവീസ് ചെയ്യുന്നത്, ഒരു റെപ്രസെൻറ്റേഷണൽ സർവീസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണലിലോ ഒരു അതോറിറ്റിയിലോ ഉള്ള ഒരു ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു സർവീസാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും സപ്ലയർ ആയിട്ട് വരുന്നത്? എൻ ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ് ഓർ ഫേം ഓഫ് അഡ്വക്കേറ്റ്സ്. ഒന്നില്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ ഫേമിനെ ആയിരിക്കും ആരായിരിക്കും പറയുന്നത്? സപ്ലയർ ആയിട്ട് പറയുന്നത്. ആരായിരിക്കും ഇവിടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്? ആരാണോ ഈ അഡ്വക്കേറ്റിൻ്റെ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്? എനി ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിൽ നിൽക്കുന്ന ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനെയും ആരാണോ ഈ അഡ്വക്കേറ്റിൻ്റെ ഫെസിലിറ്റി സ്വീകരിക്കുന്നത് അദ്ദേഹത്തെ ആയിരിക്കും ഇവിടെ എന്തായിട്ട് പറയുന്നത്? റെസിപ്പിയൻ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ എൻ ആർബിട്രൽ ട്രിബ്യൂണൽ ടു എ ബിസിനസ് എൻറ്റിറ്റി. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു ആർബിട്രൽ ട്രിബ്യൂണലായിട്ട് ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്തിനെയാണ് ഈ ആർബിട്രൽ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പാനൽ ഓഫ് അഡ്ജുഡിക്കേറ്റേഴ്സ്. കുറച്ച് അഡ്ജുഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പാനലിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ആർബിട്രൽ ട്രിബ്യൂണലായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? സപ്ലയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആർബിട്രൽ ട്രിബ്യൂണലിനെ നമുക്ക് സപ്ലയറായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി റെസിപ്പിയൻ്റ് ആകുന്നത് ആരാണ്? എനി ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിൽ നിൽക്കുന്ന ഏതൊരു ബിസിനസ് എൻറ്റിറ്റിയെയും ഈ ആർബിട്രൽ ട്രിബ്യൂണലിൻ്റെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ബിസിനസ് എൻറ്റിറ്റീനെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? റെസിപ്പിയൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സർവീസ് വരുന്നത് സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. സ്പോൺസർഷിപ്പ് ഏതെങ്കിലും ഒരു ബോഡി കോർപ്പറേറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയോ ഒരു സ്പോൺസർഷിപ്പ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സപ്ലയർ എന്ന് പറയുന്നത് ആരായിരിക്കും? എനി പേഴ്സൺ ആയിരിക്കാം. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിൽ വരുന്ന ഈ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടുള്ള ഏതൊരു ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഏതൊരു പാർട്ട്ണർഷിപ്പ് ഫേമിനെയോ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കും? റെസിപ്പിയൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, സർവീസസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ ലോക്കൽ അതോറിറ്റി ടു എ ബിസിനസ് എക്സ്ക്ലൂഡിംഗ് റെൻറ്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സർവീസസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് service in relation to aircraft or vessel and transport of goods or passengers.
ഇവിടെ ഒരു കാറ്റഗറി തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസോ ലോക്കൽ അതോറിറ്റീസോ ആണ്. ആർക്കാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു എ ബിസിനസ്. പക്ഷെ ആരാവാൻ പാടില്ല? എക്സ്ക്ലൂഡിങ് റെൻറ്റിങ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സർവീസസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, പോസ്റ്റൽ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആവാൻ പാടില്ല. സർവീസസ് ഇൻ റിലേഷൻ ടു എയർക്രാഫ്റ്റ് ഓർ വെസൽ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. ഈ കാറ്റഗറിയിൽ പെടാത്ത ബിസിനസ് അതോറിറ്റീസ് ആണ് ഇവിടെ ആരായിരിക്കേണ്ടത്? റെസിപ്പിയൻ്റ് ആയിരിക്കേണ്ടത്. സപ്ലയർ ആരായിരിക്കും? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി ഓർ എനി ലോക്കൽ അതോറിറ്റി. അപ്പോൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് എനി ബിസിനസ് എൻറ്റിറ്റി ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. പക്ഷേ നേരത്തെ പറഞ്ഞ എക്സ്ക്ലൂഡിങ് ഏരിയയിൽ വരുന്നത് നമുക്ക് പെടാനായിട്ട് പാടില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ ഗവൺമെൻറ് ബൈ വേ ഓഫ് റെൻറ്റിംഗ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട്. നേരത്തെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊവിഷൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എക്സ്ക്ലൂഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് സർവീസസ് ബൈ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആർക്കാണ്? ബൈ വേ ഓഫ് റെൻറ്റിങ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുന്ന ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അണ്ടർ ദ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് പ്രകാരമാണെങ്കിൽ ആരായിരിക്കും ഇവിടെ സപ്ലയർ ആകുന്നത്? എനി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ആയിരിക്കും ആര്? സപ്ലയർ എന്ന് പറയുന്നത്. അതേസമയം റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? എനി രജിസ്റ്റേർഡ് പേഴ്സണെ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് പറ്റും? രജിസ്റ്റേർഡ് സപ്ലയർ ആയിട്ട് റെസിപ്പിയൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇനി സർവീസസ് ബൈ എ ഡയറക്ടർ ടു ദ കമ്പനി. ഡയറക്ടർ ഓഫ് എ കമ്പനി ആയിരിക്കും ആരായിരിക്കുന്നത്? സപ്ലയർ ആയിരിക്കുന്നത്. റെസിപ്പിയൻ്റ് ആരായിരിക്കും? ദ കമ്പനി ആയിരിക്കും റെസിപ്പിയൻ്റ് ആയിരിക്കുന്നത്. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡയറക്ടർ ആവുകയും ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കമ്പനിക്കാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ സപ്ലയർ ആയിരിക്കുന്നത് ആരായിരിക്കും? ആ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കും. ഇനി റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആ കമ്പനി ആയിരിക്കും. ഓക്കെ. സർവീസസ് ബൈ എൻ ഇൻഷുറൻസ് ഏജൻറ്റ്. സപ്ലയർ ആരായിരിക്കും? ഇൻഷുറൻസ് ഏജൻ്റ് ആണ്. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് എനി പേഴ്സൺ ക്യാരിയിങ് ഓൺ ഇൻഷുറൻസ് ബിസിനസ്. ആരാണോ ഈ ഇൻഷുറൻസ് ബിസിനസ് നടത്തുന്നത് ആ പേഴ്സൺ ആയിരിക്കും റെസിപ്പിയൻ്റ്. സപ്ലയർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഏജൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ എ റിക്കവറി ഏജൻറ്റ് ടു എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ NBFC. എന്താണ് NBFC? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? NBFC എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റിക്കവറി ഏജൻ്റ് ആണ്. ആ റിക്കവറി ഏജൻറ്റ് ഒരു ബാങ്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്കവറി ഏജൻസി എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇവിടെ സപ്ലയർ? റിക്കവറി ഏജൻ്റ് ആയിരിക്കും. ഇവിടെ റെസിപ്പിയൻ്റ് ആരായിരിക്കും? ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, അതായത് NBFC ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ എൻ ഓതർ, മ്യൂസിക് കമ്പോസർ ഓർ ഫോട്ടോഗ്രാഫർ ഓർ ആർട്ടിസ്റ്റ്. അവിടെ ആരായിരിക്കും സപ്ലയർ എന്ന് പറയുന്നത്? ഈ പേഴ്സൺസ് ആയിരിക്കും. അതായത് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഓതർ, മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആരാണോ അവരായിരിക്കും സപ്ലയർ എന്ന് പറയുന്നത്. ആരായിരിക്കും ഇവിടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്? പബ്ലിഷർ ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് കമ്പനി ആയിരിക്കും, അതും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ, സർവീസസ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഓവർസീയിങ് കമ്മിറ്റി ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഒരു ഓവർസീയിങ് കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ് എന്നുണ്ടെങ്കിൽ ആർക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? റിസർവ് ബാങ്കിനാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സപ്ലയർ ആരായിരിക്കും? ആരാണോ ഇവിടെ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആയിട്ട് നിൽക്കുന്നത്, അതായത് ഓവർസീയിങ് കമ്മിറ്റിയിൽ ഒരു മെമ്പർ ആയിരിക്കും ഇവിടെ സപ്ലയർ എന്ന് പറയുന്നത്. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. നെക്സ്റ്റ്, സർവീസസ് ബൈ ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ്സ് അതർ ദൻ എ ബോഡി കോർപ്പറേറ്റ് പാർട്ട്ണർഷിപ്പ് ഓർ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ ടു ദ ബാങ്ക് ഓർ NBFC. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു ബോഡി അതർ ദാൻ
ഇത് ആരാവാൻ പാടില്ല, ഒരു ബോഡി കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആവാനായിട്ട് പാടില്ല. ബാക്കി ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കണം ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ബാങ്കിനോ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ആരായിരിക്കും സപ്ലയർ ആയിരിക്കുന്നത്? ആരാണോ ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻ്റ് ഉള്ളത് ആ ആളായിരിക്കും സപ്ലയർ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇവിടെ ആരായിരിക്കും റെസിപ്പിയൻ്റ് ആയിരിക്കുന്നത്? ആർക്കാണ് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്കിന് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്പിയൻ്റ് ആയിരിക്കുന്നത് ആരായിരിക്കും? ബാങ്ക് അല്ലെങ്കിൽ NBFC ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് സർവീസസ് ബൈ ബിസിനസ് ഫെസിലിറ്റേറ്റർ ടു എ ബാങ്കിങ് കമ്പനി. അതിൽ തന്നെ ഉണ്ട് അല്ലേ? ആരായിരിക്കും സപ്ലയർ എന്ന് പറയുന്നത്? BF, അതായത് ബിസിനസ് ഫെസിലിറ്റേറ്റർ ആണ്. ആരായിരിക്കും ഇവിടെ റെസിപ്പിയൻ്റ് ആയിട്ട് നിൽക്കുന്നത്? ബാങ്കിങ് കമ്പനി ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് സർവീസസ് ബൈ എൻ ഏജൻറ്റ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻറ്റ് ടു ബിസിനസ് കറസ്പോണ്ടൻറ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു ബിസിനസ് കറസ്പോണ്ടൻറ്റിൻ്റെ ഏജൻ്റാണ്, അദ്ദേഹമായിരിക്കും സപ്ലയർ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഏജൻറ്റ് ഓഫ് ദ ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിരിക്കും ഇവിടെ സപ്ലയർ ആകുന്നത്. റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഒരു ബിസിനസ് കറസ്പോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിയൻ ടെറിട്ടറിയിലുള്ള ടാക്സബിൾ ടെറിട്ടറിയിൽ വരുന്ന ഒരു ബിസിനസ് കറസ്പോണ്ടൻ്റ് ആയിരിക്കും ആരായിരിക്കുന്നത്? റെസിപ്പിയൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി സർവീസസ്, ദാറ്റ് ഈസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ ടു രജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ സെക്യൂരിറ്റി സർവീസ് ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സർവീസസ് പ്രൊവൈഡ് ബൈ വേ ഓഫ് സപ്ലൈ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. സർവീസ് സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സപ്ലൈ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ, ഒരു സെക്യൂരിറ്റി പേഴ്സണലിനെ പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി സർവീസ് ആണെങ്കിൽ ഇവിടെ ആരായിരിക്കും സപ്ലയർ എന്ന് പറയുന്നത്? എനി പേഴ്സൺ അതർ ദൻ എ ബോഡി കോർപ്പറേറ്റ്. ഒരു ബോഡി കോർപ്പറേറ്റ് അല്ലാത്ത ഏതൊരു പേഴ്സണെയും നമുക്കിവിടെ ആരായിട്ട് പറയാം? സപ്ലയർ ആയിട്ട് പറയാവുന്നതാണ്. ഇനി ഇതിൻ്റെ റെസിപ്പിയൻ്റ് ആരായിരിക്കും? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ? റെസിപ്പിയൻ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് സപ്ലൈ ഓഫ് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലയർ ആരായിരിക്കും, അതുപോലെ തന്നെ റെസിപ്പിയൻ്റ് ആരായിരിക്കും, റിലേറ്റഡ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ഡിഫറെൻറ്റ് സ്പെസിഫൈഡ് പേഴ്സൺസ്. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് അഡീഷണൽ കാറ്റഗറീസ് ആണ്. സർവീസസ് ബൈ പേഴ്സൺ ഹു ഈസ് ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു എനി പേഴ്സൺ അതർ ദൻ എ നോൺ ടാക്സബിൾ ഓർ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഹീ ഈസ് ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി. നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു എനി പേഴ്സൺ അതർ ദൻ എ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ റെസിപ്പിയൻ്റ് അല്ലാത്ത ഒരു പേഴ്സണാണ് ഈ സർവീസ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സപ്ലയർ ആരായിരിക്കും? എനി പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ എ നോൺ ടാക്സബിൾ ടെറിട്ടറി. നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും സപ്ലയർ എന്ന് പറയുന്നത്. ഇനി ആരായിരിക്കും ഇവിടെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്? എനി പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി അതർ ദാൻ നോൺ ടാക്സബിൾ ഓൺലൈൻ റെസിപ്പിയൻറ്റ്. എനി പേഴ്സൺ എന്ന് പറയുന്നത് റെസിപ്പിയൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം? ഒരു ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണെ മാത്രമേ റെസിപ്പിയൻ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരു ഓൺലൈൻ റെസിപ്പിയൻറ്റിനെ ആരാക്കി വെക്കാനായിട്ട് പറ്റില്ല? റെസിപ്പിയൻ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റില്ല. Next one, services by a person located in a non-taxable territory by way of transportation of goods by a vessel from a place outside India up to the customs station of clearance in India. ഇനി സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്യുകയും അവിടെ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയും എവിടേക്ക്? ബൈ വേ ഓഫ് വെസൽ. ഒരു വെസലിൽ ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ഫ്രം എ പ്ലേസ് ഓഫ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്ത് നിന്ന് അപ് ടു ദ കസ്റ്റംസ് സ്റ്റേഷൻ. കസ്റ്റംസ് സ്റ്റേഷനിൽ ക്ലിയറൻസ് വരെ മാത്രമേ ഇത് ഗുഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സപ്ലയർ ആരായിരിക്കും? നോൺ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നോൺ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ഒരു പേഴ്സണെ ആയിരിക്കും ഇവിടെ ആരായിട്ട് പറയുന്നത്? ഒരു സപ്ലയറായിട്ട് പറയുന്നത്. റെസിപ്പിയൻ്റ് ആകുന്നത് ആരാണ്? ഒരു ഇമ്പോർട്ടഡ് ലൊക്കേറ്റഡ് ഇൻ ദ ടാക്സബിൾ ടെറിട്ടറി. ടാക്സബിൾ ടെറിട്ടറിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടറെയാണ് ഇവിടെ ആരായിട്ട് പറയുന്നത്? റെസിപ്പിയൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇത് ബൈ ഹാർട്ടൊന്നും പഠിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. ഇതൊരു ഏകദേശം ഒരു 2.5 പേജ് തന്നെ ഇതിലുണ്ട്. അപ്പം നിങ്ങളതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക, അത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഇതും ബൈ ഹാർട്ടൊന്നും പഠിക്കേണ്ട. പക്ഷേ ഒരു സപ്ലയർ ആരാണ്, ഒരു ഏജൻ്റ് ആരാണ്, അല്ലെങ്കിൽ ഒരു റെസിപ്പിയൻ്റ് ആരാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു സപ്ലൈ ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറിയിൽ പെടുന്ന ഗുഡ്സോ സർവീസോ ആണെങ്കിൽ ആരാണ് സപ്ലയർ, ആരാണ് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് കൈൻഡ്സ് ഓഫ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് ഇസ് ലെവീഡ്. ടാക്സ് ലെവി ചെയ്യുന്നതിൽ 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണുള്ളത്. ഒന്ന് ഇൻ്റർ സ്റ്റേറ്റും ഒന്ന് ഇൻട്രാ സ്റ്റേറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് CGSTയും SGSTയും ആണ് അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത്. അതേസമയം ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് IGST ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ടാക്സ് മാത്രമേ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ദ CGST ഓർ SGST ആക്ട് പ്രകാരമാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നതിൽ ലെവി ഓഫ് ടാക്സ് വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എന്തിനെയാണ് ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? Intrastate supplies are subject to central goods and service tax and state goods and service tax or union territory goods and service tax as the case may be. CGST ആക്ട് പ്രകാരവും അതുപോലെ തന്നെ SGST ആക്ട് അല്ലെങ്കിൽ UTGST ആക്ട് പ്രകാരമുള്ള ഗുഡ്സിനെയാണ് അല്ലെങ്കിൽ സപ്ലൈനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്തിനോട് സബ്ജക്റ്റഡ് ആണ്? CGST, SGST ഓർ UTGST. Clear? Levy of GST on intrastate supply of goods. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നതിൽ ലെവി ഓഫ് GST എന്ന് പറയുന്നതിൽ പ്രൊവിഷൻസ് എന്തിനോട് റിലേറ്റഡ് ആയിട്ടായിരിക്കും? GST ആക്ട് CGST അല്ലെങ്കിൽ SGST അല്ലെങ്കിൽ UTGST പ്രകാരമായിരിക്കും. Supply of goods where the location of the supplier and the place of supply of goods are in the same state or the state union territory shall be treated as a intrastate supply. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ ആരൊക്കെ സെയിം സ്റ്റേറ്റിലായിരിക്കണം? സപ്ലയറുടെ ലൊക്കേഷനും the location of the supplier and the place of the supply of goods or service in the same state or the same union territory shall be treated as a ഇൻട്രാസ്റ്റേറ്റ്. ഈ സപ്ലയർ ഒരേ സ്ഥലത്തുള്ളതും അതുപോലെ തന്നെ എവിടെ നിന്നാണോ സപ്ലൈ ചെയ്യുന്നത് അത് സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് പറയുന്നുള്ളൂ? ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരേ സ്റ്റേറ്റിലാവുമ്പോഴാണ് നമ്മളതിനെ എന്തായിട്ട് പറയുന്നത്? ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. 2 മാർക്കിൻ്റെ ചോദ്യം മിക്കവാറും വരാറുള്ളതാണ് ഇൻട്രാസ്റ്റേറ്റ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറയുന്നത്. The following supply of goods are not treated as a intrastate supply in certain cases. അതേസമയം ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ ഈ താഴെ പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ ഇൻട്രാസ്റ്റേറ്റ് ആയിട്ട് പറയില്ല. അത് ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ടു ഓർ ബൈ എ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഡെവലപ്പർ ഓർ SEZ യൂണിറ്റ്. SEZ ഡെവലപ്പറോ അല്ലെങ്കിൽ SEZ യൂണിറ്റിൽ പെട്ടിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. Goods imported into the territory of India till they cross the customs frontiers of India. അതുപോലെ തന്നെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടേക്ക്? ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ടിൽ ദേ ക്രോസ് ദ കസ്റ്റംസ് ഫ്രോണ്ടിയേഴ്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കസ്റ്റംസിൻ്റെ ഫ്രോണ്ടിയർ കടക്കുന്നവരെ നമ്മൾ എന്തായിട്ട് പറയുന്നില്ല? ഇൻട്രാസ്റ്റേറ്റ് ഗുഡ്സ് ആയിട്ട് പറയുന്നില്ല. സപ്ലൈസ് മെയ്ഡ് ടു എ ടൂറിസ്റ്റ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 15. സെക്ഷൻ 15 പറഞ്ഞിട്ടുള്ള ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? ഇൻട്രാസ്റ്റേറ്റ് ഗുഡ്സ് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് എ ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുന്ന 3 കാറ്റഗറി. ഒന്ന് SEZ
അതായത് സ്പെഷ്യൽ ഇക്കണോമിക്സ് ഓൺ ഡെവലപ്പറോ യൂണിറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തില്ല. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ടെറിട്ടറി ഓഫ് ഇന്ത്യ ടിൽ ഏതുവരെ, ഇന്ത്യയുടെ കസ്റ്റംസ് ഫ്രോണ്ടിയർ കടക്കുന്ന വരെ നമ്മൾ എന്തായിട്ട് പെടുത്തില്ല, ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് പെടുത്തില്ല. പിന്നെ പറയുന്നത് സെക്ഷൻ 15 ടൂറിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് പെടുത്തില്ല, ഇൻട്രാ സ്റ്റേറ്റ് ആയിട്ട് പെടുത്തില്ല. ഇനി ലെവി ഓഫ് GST ഓൺ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സപ്ലൈ ഓഫ് സർവീസ് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് means supply of service where the location of the supplier and the place of the supply of service are in the same state or in the same union territory. Same യൂണിയൻ ടെറിട്ടറിയിലോ അല്ലെങ്കിൽ സെയിം സ്റ്റേറ്റിൽ നിന്നാണ് സപ്ലയർ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് സപ്ലൈ എന്ന് പറയുന്നത്, സപ്ലയർ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസ് ഷാൽ നോട്ട് ഇൻക്ലൂഡ് സപ്ലൈ ഓഫ് സർവീസ് ഓർ ബൈ എ സ്പെഷ്യൽ ഇക്കണോമിക്സ് ഓൺ ഡെവലപ്പർ ഓർ SEZ യൂണിറ്റ്. നേരത്തെ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടതാണ്. SEZ ഡെവലപ്പറോ അല്ലെങ്കിൽ SEZ യൂണിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ അത് നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. Thus, in the case of interstate supply of goods or service, both the central government and the state government union territory shall levy GST at the prescribed rates which is presently divided into two parts. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻട്രാ സ്റ്റേറ്റിൽ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത് CGSTയെയും അതുപോലെ തന്നെ SGST അല്ലെങ്കിൽ UTGST ആക്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എത്ര രൂപയാണോ അല്ലെങ്കിൽ എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്ന് പറയുന്നത് അതിനെ 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് 50% CGSTയും ബാക്കി വരുന്ന 50% ആണ് എവിടേക്ക് വരുന്നത്, SGSTയിൽ വരുന്നത്. അതായത് ഒരു 10% ആണെങ്കിൽ 5% CGSTക്കും 5% SGST അല്ലെങ്കിൽ UTGSTക്ക് പോകും. 50% of the GST rate prescribed shall be known as the central GST and the balance of 50% shall be known as the state GST union territory GST. അതായത് 50% എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 50% CGSTയും ബാക്കി വരുന്ന 50% ആർക്ക് കിട്ടുന്നത്, SGST അല്ലെങ്കിൽ UTGSTയിൽ വരുന്നത്. അപ്പോൾ ഒരു 20% ആണ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് എന്നുണ്ടെങ്കിൽ 10% ആർക്ക് കിട്ടും, CGSTക്ക് കിട്ടും. ബാക്കി വരുന്ന 10% ആണ് ആർക്ക് വരുന്നത്, SGST അല്ലെങ്കിൽ UTGSTക്ക് വരുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 9th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്ഷൻ 9, സെക്ഷൻ 5, സെക്ഷൻ 7 പ്രകാരമുള്ള CGST ആക്ട് പ്രകാരവും അതുപോലെ തന്നെ SGST, UTGST ആക്ട് പ്രകാരം IGST ആക്ട് പ്രകാരമുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ടൈപ്പ് ഓഫ് ലെവി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഇൻട്രാ സ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റും. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുന്നത് CGST, SGST അല്ലെങ്കിൽ UTGST റിലേറ്റഡ് ആണ്. അത് എന്താണെന്നുള്ളത് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സപ്ലൈ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുന്നതും സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. സപ്ലൈ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് സപ്ലയർ എവിടെയാണോ ഏത് സ്റ്റേറ്റിലാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ ആ യൂണിയൻ ടെറിട്ടറിയിൽ തന്നെ ആയിരിക്കണം സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് പറയും, ഇൻട്രാ സ്റ്റേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയും. അതേസമയം നമ്മളുടെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത് സെയിം സപ്ലയറും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ദ സർവീസ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ അതിനെ നമ്മൾ ആ സെക്ഷനിൽ പെടുത്തുന്നതാണ്. ഇനി ടാക്സ് എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് പ്രകാരം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50% CGSTക്കും ബാക്കി വരുന്ന 50% ആണ് SGSTയിൽ വരുന്നത്. എല്ലാ സ്റ്റുഡൻസിനും ഇന്നെടുത്ത ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തിയറി നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.